രേണു സുധിയല്ല ചേട്ടാ. സത്യം പറയാട്ടോ, എനിക്കിത് കേട്ടപ്പോ എവിടെ കുറിച്ച് ഒരു വിഷമം തോന്നി. പുള്ളിക്കാരി പറയാം നിക്കർ ഇടാറുണ്ട്. നീ പൈസ കൊടുത്ത് കണ്ടാൽ മതി. നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പോലെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ് പൈസ. രേണു സുധി കുറച്ച് ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും കൊടുക്കുന്നില്ല. സാധാരണ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഓരോന്ന് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അവസാനം രേണുവിന് തന്നെ പണി കിട്ടും എന്ന് മനസ്സിലാക്കിയതോടെ പുള്ളിക്കാരത്തി ഇപ്പം നൈസായിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഒരു സൈഡിൽ രേണു മിണ്ടാതിരിക്കുമ്പം അടുത്ത സൈഡിൽ രേണുവിൻ്റെ ഡ്യൂപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരത്തി കുറേ വീഡിയോസൊക്കെ ഇടുന്നത് ഞാൻ കണ്ട്. ഞാൻ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്നത്. എൻ്റെ അമ്മ ഒന്നും പറയാനില്ല. നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കാണാം. രേണു സുധിയല്ല ചേട്ടാ. ചേട്ടൻ നോക്കിക്കേട്ടാ, ഇവിടെ പുളിയാണുള്ളത്. തന്തയില്ല എന്നാ ചേട്ടാ. എന്റെ അപ്പനും അമ്മ എന്നെ ഉണ്ടാക്കിയതുകൊണ്ട് ചേട്ടാ ഞാനിങ്ങനെ നിൽക്കുന്ന ചേട്ടാ. ചേട്ടന്റെ അപ്പനും അമ്മയും ചേട്ടനെ ഉണ്ടാക്കിയതുകൊണ്ടല്ലേ നീ ഇങ്ങനെ മുതുക്കനെ പോലെ നിൽക്കുന്നത് അല്ലേടാ? പഴമെന്നാ എടാ മുത്തുമണിയെ, ഏറ്റവും വലിയ പഴം എന്താന്ന് എനിക്കറിയാവോ? അത് ഏത്തപ്പഴം തന്നെയാടാ. ഏറ്റവും വലിയ പഴം അതാണ്. അതിന്റെ ചെറിയ ചെറിയ പഴങ്ങളാണ് ചെങ്കതളി, ഞാലിപ്പൂവൻ, അങ്ങനെ 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 കുഞ്ഞു കുഞ്ഞു പഴങ്ങള്. നീ ഒന്ന് വേണമെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കണ വെറൈറ്റി പഴങ്ങളൊക്കെ. സംശയമില്ല, രേണു തന്നെ. അതായത് ഏത് മാർഗത്തിലും നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് തുനിഞ്ഞിറങ്ങുന്നത്. ഇപ്പം കിട്ടിയൊരവസരം എന്തായാലും 6 രൂപയ്ക്ക് ഭാഗ്യം കൊണ്ട് രേണുവിൻ്റെ ഒരു ഫേസ് കട്ടുണ്ട്. അപ്പം പിന്നെ വിഷയമില്ലല്ലോ. അപ്പം കുറച്ച് ആൾക്കാരുടെ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയണ്ട രേണുവിൻ്റെ പേരും പറഞ്ഞിട്ടോ വീഡിയോസൊക്കെ അത്യാവശ്യം റീച്ച് വന്നു കഴിഞ്ഞാൽ ഇവർക്കും രക്ഷപ്പെടാമല്ലോ. അതായിരിക്കും മേ ബി ഉദ്ദേശം. രേണുവിൻ്റെ പരിപാടി എന്തുമായിരുന്നു? രേണുവിന് അറിയാം രേണു കാണിക്കുന്നത് മൊത്തം തെറ്റാണ്, അപരാധമാണെന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെയായിരുന്നു രേണു ഓരോന്ന് പെരുമാറി തുടങ്ങിയത്. എന്തായാലും ഒന്നും പറയാനില്ല. ഇവരൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ സോഷ്യൽ മീഡിയക്ക് തന്നെ ശാപമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. കുട്ടൂസൻ, അതായത് എന്റെ കെട്ടിയൻ മരിച്ചു പോയിട്ട് വർഷങ്ങളായെന്നുള്ള കാര്യം ഈ തള്ളച്ചി അമ്മൂമ്മയ്ക്ക് നല്ല രീതിയിൽ അറിയാം. അല്ലേടി തള്ളച്ചി? എന്നിട്ടും തള്ളച്ചിയാണെങ്കിൽ സ്കിപ്പ് ചെയ്യപ്പെടുന്ന ആട് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രമണി ചേച്ചി ഉണ്ടല്ലോ അയൽവക്കത്തുള്ള ആ ചേച്ചിയാ കണ്ടപ്പോ പറഞ്ഞത് സ്കിപ്പ് ചെയ്ത് പോവാണ്, പരസ്യത്തിലും ബ്രേക്ക് കൊടുക്കണില്ല തള്ളച്ചി അമ്മൂമ്മയെന്ന്. കഷ്ടം തന്നെ കേട്ടോ. എന്ത് നമ്മുടെ ഈ ഇത് പറയണ്ട ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ നശിപ്പിക്കുവാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഒരു വിഷയം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്ത്രീയെ നശിപ്പിക്കുന്നു, അവരുടെ കുടുംബം തകർക്കാൻ നോക്കുന്നു, ഇനിയെങ്കിലും അവരെ വിട്ടുകൂടെ, അവരെ പാവം തോന്നുന്നു എന്നൊക്കെയാണ് കുറേ ആൾക്കാർ വന്ന് ഡയലോഗ് അടിക്കുന്നത്. ഇത്തരത്തിലൊക്കെയുള്ള ആൾക്കാരൊക്കെ ഓരോന്ന് കടന്ന് പബ്ലിക്കിൽ കാണിക്കുമ്പം നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നത്? രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വ്യക്തി ഇറങ്ങിയിട്ടുണ്ട്. രേണു ആ വീഡിയോ എടുത്ത് ഷെയറും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ അവിടെ കാണിക്കാം. രേണു അങ്ങനെ ഒരു പേരിലായിരുന്നു. നിക്കർ ഇടാറില്ല. അല്ല, നിക്കർ എന്ന് പറഞ്ഞൊരു പേരുണ്ടായില്ലേ? ഇവർ ഇത് ആക്ച്വലി എൻജോയ് ചെയ്യുന്നുണ്ട്. നിക്കർ വിധവ എന്നൊക്കെ വിളിക്കുന്നത് ഇവർക്ക് വലിയ വിഷയമൊന്നുമില്ല. ഈ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാർ. പുള്ളിക്കാരത്തേക്ക് വേണ്ടത് റീച്ചാണ്, മനസ്സിലായോ? അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അത് എത്രത്തോളം കിട്ടുന്നോ അത് അവർക്ക് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ അവരെ ദ്രോഹിക്കുന്ന, അവരെ ചീത്ത വിളിക്കുന്ന, അവരെ റിയാക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് അവർക്ക് യാതൊരു വിധ സങ്കടവും ഇല്ല. ഇതുപോലും മനസ്സിലാക്കാതെ കുറെ ആൾക്കാരെ ഇറങ്ങി തിരിച്ചിരിക്കും. അതൊന്നും പ്രശ്നമല്ലല്ലേ? എനിക്കെന്താ പ്രശ്നം? ഇനിയിപ്പം എല്ലാം വിളിച്ചാലും നോ പ്രോബ്ലം, ഹാപ്പി. നിങ്ങൾ ഇഷ്ടമുള്ള പേര് വിളിച്ചോ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. കാര്യം അത്രയും കൂടെ ജനങ്ങളിലേക്ക് അവരുടെ വീഡിയോ എത്തുമല്ലോ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പച്ചയ്ക്ക് വന്നിട്ട് ഇവരെ വളരെ മോശപ്പെട്ട രീതിയിൽ കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. വേറെ രീതിയിലൊക്കെ വിളിച്ചപ്പോൾ ഇവർ പച്ചത്തെറി വിളിച്ചിട്ട് ഇവർ തിരിച്ച് മറുപടി പറഞ്ഞ വ്യക്തിയാണ്. സോ അതുകൊണ്ട് ഇവർക്ക് ഒരു ഉളുപ്പുമില്ല. ദൈവത്തെ ഓർത്ത് ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ വാല്യൂ കൊണ്ടുവന്ന് കളയുവാണ്. ഞാൻ ഈ പറയുന്ന വ്യക്തിയൊന്നും കുറ്റം പറയുന്നതൊന്നുമില്ല. കാര്യം മേ ബി പുള്ളിക്കാരനെ ഇതിനെ പറ്റിയിട്ട് അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. മനസ്സിലായില്ലേ? രേണുവിന് നെഗറ്റീവ് റീച്ചാണ് വേണ്ടത്. അതാണ് രേണു ഇത്രയും നാൾ കാണിക്കുന്നത്. രേണുവിന് ഒരിക്കലും പോസിറ്റീവ് റീച്ച് വേണ്ട. ഒരു പക്ഷേ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ രേണു ഇത്രയും ഫേമസ് ആവത്തില്ലായിരുന്നു. നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് രേണു ബിഗ് ബോസിൽ വരെ പോയത്. അറിയില്ല കമന്റ് എന്തൊക്കെയാ വിളിക്കുന്നത്, എന്തൊക്കെ വിളിക്കുന്നില്ല. എനിക്കിഷ്ടം അതൊക്കെ കേൾക്കുന്നത്. ഹാപ്പിയാണ്. സത്യം പറയാട്ടോ, എനിക്കിത് കേട്ടപ്പോ എവിടെ കുറിച്ച് ഒരു വിഷമം തോന്നി. പുള്ളിക്കാരി പറയാം നിക്കർ ഇടാറുണ്ട്. അത് ഭയങ്കര സീരിയസ് ആയിട്ട് ഈ പറയുന്നത്. ആളുകൾ എന്നെ വിളിക്കുന്നത് നിങ്ങൾ കേൾക്കാറില്ല, എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നത്. കാരണം പുള്ളിക്കാരിക്ക് ഒരു അതൊരിക്കലും സങ്കടത്തോടു കൂടി പറയുമല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അത് സന്തോഷത്തോടു കൂടി പറയുവാണ്. കാര്യം അങ്ങനെ വിളിക്കട്ടെ, അങ്ങനെ അവർ വിളിക്കണം എന്നാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തോ പറയണ്ട, അങ്ങ് സഹികെട്ട്, അങ്ങ് മനസ്സ് മടുത്ത് വിഷമിച്ച് അങ്ങനെയായിരിക്കും പറയുന്നതെന്നായിരിക്കും നിങ്ങളൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. രേണുവിനെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. രേണു ഇത്ര നാൾ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു അച്ഛനുണ്ടായിരുന്നു ഇവർക്ക്
വസ്തു കൊടുത്തിട്ടുള്ളായിരുന്നത്. പുള്ളിക്കാരൻ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. പുള്ളിക്കാരൻ ഒരു വീഡിയോ പോലും വരുന്നില്ല. പുള്ളിക്കാരൻ്റെ ഒരു അറിവുമില്ല. കാരണം എന്താ? രേണുവാണ്. അനാവശ്യമായിട്ട് ആ ഒരു മനുഷ്യനെയും ഈ ഒരു വിഷയത്തിനകത്തോട്ടൊക്കെ പിടിച്ചിട്ടത് രേണുവാണ്. ബിഷപ്പിനെ വിഷപ്പാമ്പെന്ന് വരെ വന്ന് വിളിച്ച വ്യക്തിയാണത്. ഇതിനൊന്നും ഒരു മനുഷ്യർക്ക് ഒരു പ്രശ്നവുമില്ല. ആരും ഇതൊന്നും കാണുന്നില്ല. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും അതൊന്നും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നില്ല. കാഴ്ചപ്പാടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു ഡെസ്റ്റിനി ഉണ്ടാവും, പുള്ളിക്കാരി വിഷൻ ചെയ്ത് വെച്ച ഒരു ഡെസ്റ്റിനി ഉണ്ടാവും. അതിലേക്ക് പുള്ളിക്കാരിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിലോട്ട് വരുന്ന പലതിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. നമ്മളത് ചെവി കൊടുത്ത് അതെ, ആ ഒരു ഡെസ്റ്റിനി ഉണ്ട്. അതായത് നെഗറ്റീവ് റീച്ച് മാക്സിമം ഉണ്ടാക്കുക, അതിൽ നിന്ന് രക്ഷപ്പെടുക. അതൊക്കെയാണ് പുള്ളിക്കാരത്തിയുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അല്ലാതെ വേറെ ഒന്നും അല്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക ചേട്ടാ. നിങ്ങൾ ഈ ഒരു ദൈവത്തെ ഓർത്തി രേണുവിനെയൊക്കെ സപ്പോർട്ടായിട്ട് ഇറങ്ങുന്ന സമയത്ത് രേണു എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നതിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. അതിനെതിരെ കുറേ പുറകെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കുറേ കേട്ടോ നമ്മൾ പ്രതികരിക്കും, ഓഫ് കോഴ്സ്. പക്ഷെ നമ്മൾ അതിന്റെ പിന്നാലെ കുറേ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്മാറേണ്ടി വരും. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. അതിൽ പുള്ളിക്കാരന് എന്ത് വന്നിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. എന്നെ ആൾക്കാർ വിളിച്ചോട്ടെ, നിങ്ങൾ കേൾക്കുന്നില്ല എന്നെ വിളിക്കണേ എന്നൊക്കെ ഇങ്ങനെ കേട്ടപ്പോഴേ എന്തോ ഇതിനെ വെറുതെ വിട്ടുകൂടെ എന്ന് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. വെറുതെ വിട്ടുകൂടെ? ഞങ്ങൾ ഇവിടെ ആരെങ്കിലും പുള്ളിക്കാരത്തെ പിടിച്ചു വെച്ചിട്ടുണ്ടോ വെറുതെ വിടാനായിട്ട്? അവർ ഓരോന്ന് ഇങ്ങനെ ഡെയിലി കൊണ്ടുവന്ന് ഇടുവല്ലേ, അതല്ലേ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അവരാണ് സോഷ്യൽ മീഡിയയ്ക്ക് കണ്ടന്റ് കൊടുക്കുന്നത്. അവർ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നിനക്കൊക്കെ ആവശ്യത്തിൽ കൂടുതൽ കണ്ടന്റ് ഞാൻ തരുന്നില്ല, അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തുകൂടെയെന്ന് അവർ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പ്രശ്നമില്ലാത്തിടത്തോളം കാലം നമ്മളൊക്കെ തീർച്ചയായിട്ടും ചെയ്യും. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരുണ്ടൊന്ന് കേസ് കൊടുക്കട്ടെ, അത്രയേ ഉള്ളൂ. അല്ല എന്താ പറയാനാ? തീർന്നിട്ടില്ല. ഇനി സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ബിഗ് ബോസ് സീസൺ 4 ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ട്, ജാനകി എന്ന് പറഞ്ഞു, നിങ്ങൾക്കറിയായിരിക്കും. പുള്ളിക്കാരത്തി പുതിയതായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്കൊന്ന് കാണാം. ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയിട്ടുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. കുറച്ച് പേരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഇടുന്നത് വളരെ കുറവാണ്, സോറി, അതെൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് തിരക്കുകൾ കാരണമാണ് എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാതിരുന്നത്. പിന്നെ ഇത് ആ കാര്യമല്ല പറയാൻ പോകുന്നത്, ഇത് വേറൊരു കാര്യമാണ്. 399 ആണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. വീട്ടുകാരായിരുന്നാലും കൂട്ടുകാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഈ 399 കൊടുത്തു വേണം സബ്സ്ക്രിപ്ഷൻ പ്ലാനിലുള്ള സാധനം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. ജാനകിയുടെ പ്രൊഫൈൽ എടുത്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പിടികിട്ടിക്കോളും. പുള്ളിക്കാരത്തിയും അത്യാവശ്യം എക്സ്പോസ് ചെയ്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അത് പുള്ളിക്കാരത്തിയുടെ ഇഷ്ടം. പക്ഷേ എന്നാൽ പോലും പറയുക, ഈ സബ്സ്ക്രിപ്ഷനെ ഇങ്ങനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ കണ്ടതാണ്. ഹൻസിക കൃഷ്ണയുടെ വീഡിയോ ഉൾപ്പെടെ എന്തുമാത്രം വിവാദമായതാണ്, എന്തുമാത്രം ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്ന് ആലോചിക്കുക. ഇപ്പോഴും ഈ സ്ത്രീകൾ വന്നിരുന്നിട്ട് ഈ സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ട് ഭയങ്കര വാദോരാതെ വന്നിരുന്ന് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എന്തുകൂടെ നമ്മൾ ഇവരെയൊക്കെ പറയണ്ടേ? കഴിവതും ഇൻസ്റ്റാഗ്രാം ഈ ഒരു സാധനം അങ്ങ് നിർത്തുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോഴും കുറേ കുട്ടികൾ പേരൻസിൻ്റെയൊക്കെ ഫോൺ എടുത്തിട്ട് ഈ സബ്സ്ക്രിപ്ഷനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന അവർ അച്ഛനും അമ്മയും പോലും അറിയത്തില്ല അവർ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയതൊന്നും. ഇതൊക്കെ ആക്ച്വലി ഓട്ടോ ഡെബിറ്റ് ആയിരിക്കും. അത് മന്ത്ലി ഓട്ടോ റിന്യൂവൽ. ആ സാധനം ഒരു വട്ടം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ മാസവും അക്കൗണ്ടിൽ നിന്ന് കട്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം അവരുടെയൊക്കെ ഫ്യൂച്ചറിനൊക്കെ ഇതൊക്കെ ബാധിക്കത്തില്ലേ? ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു ആക്ഷൻ എടുക്കാത്തത്? എനിക്ക് മനസ്സിലാവാത്തതാണത്. ഇവരൊക്കെ വന്നിരുന്ന ഓപ്പണായിട്ട് വന്നിരുന്ന ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ചുമ്മാ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് ഫ്രീ ആയിട്ട് കാണിച്ചു തരുമോ, ഒരെണ്ണം അയച്ചു തരുമോ, അങ്ങനെയൊക്കെ അയച്ചു തരാനും കാണിച്ചു തരാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ തുടങ്ങിയിരിക്കുന്നത്? ഇനിയിപ്പോൾ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും നീ പൈസ കൊടുത്ത് കണ്ടാൽ മതി. കേട്ടല്ലേ? പൈസ കൊടുത്ത് കണ്ടാൽ മതി, അല്ലാതെ സൗഹൃദത്തിൻ്റെ പേരിൽ ഞാനൊന്നും അയച്ചു തരാനോ കാണിക്കാനോ ഒന്നും പോകുന്നില്ല എന്ന് വളരെ ഓപ്പണായിട്ട് ജാനകി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സമ്മതിച്ച് തന്നേക്കുന്നത് നിങ്ങളെയൊക്കെ. എന്തോ നമ്മൾ പറയേണ്ടത്? ഇത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണോ അതോ ഇനി വേറെ വല്ല സൈറ്റ് എങ്ങാണോ ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കോണ്ടന്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് വീഡിയോ ഇടണമെങ്കിലുണ്ടല്ലോ അപാര തൊലിക്കെട്ടി തന്നെ കേട്ടോ, ഒന്നും പറയാനില്ല. എനിക്ക് അതിൽ മെച്ചമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയത്. അല്ലാതെ ഫ്രീ ആയിട്ട് എനിക്ക് എല്ലാവരെയും കാണിക്കാനാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചുമ്മാ മുന്നേക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഇപ്പൊ നമ്മുടെ ഇവിടെ രേണു ഉണ്ടല്ലോ ഇങ്ങനൊന്നും വന്നെങ്കും പറഞ്ഞിട്ടില്ല. അപ്പം എല്ലാവരുടെയും ചോദ്യമല്ലേ, രേണു ചെയ്യുമ്പോഴാണ് കുഴപ്പം, ബാക്കിയുള്ളവർ ചെയ്താൽ കുഴപ്പമില്ലെന്ന്. ഇതും കുഴപ്പമാണ്. ഞാൻ അതാ പറയുന്നത്, രേണുവിനെ മാത്രമുള്ള കുറ്റം പറയേണ്ട കാര്യമില്ല. രേണു ഇങ്ങനൊന്നും വന്ന് വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ രേണു സബ്സ്ക്രിപ്ഷൻ അകത്ത്
കുറേ കണ്ടന്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് അറിയാവുന്നതുമാണ്. അപ്പോൾ ഇത് ആൾക്കാർ ഈ പറയുന്ന കുറച്ച് പേര് തുനിഞ്ഞങ്ങ് ഇറങ്ങിയിരിക്കുവാണ്. സബ്സ്ക്രിപ്ഷൻ എന്നും പറയുന്നത് സബ്സ്ക്രിപ്ഷനാണ് ഏറ്റവും വലുത്, അതിൽ കൂടി എങ്ങനെങ്കിലും കാശ് ഒപ്പിക്കുക എന്നും പറഞ്ഞ്. ഈ ഇൻസ്റ്റാഗ്രാം എന്തിനാണ് സബ്സ്ക്രിപ്ഷൻ വെച്ചിരിക്കുന്നതെന്ന് പോലും പല ആൾക്കാർക്കും അറിയത്തില്ല. കഴിവ് ഇതങ്ങ് നിർത്തി കഴിഞ്ഞാൽ കുറേ എണ്ണത്തിൻ്റെ അഹങ്കാരം അങ്ങ് തീരും. ഷൂട്ട്സും കാര്യങ്ങളും ഇടുമായിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്നൊരു പ്ലാറ്റ്ഫോം കൂടി ഇങ്ങനെ ഒരു ഐഡിയയും കൂടി വന്നത് കൊണ്ടിട്ട് അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് അതിലേക്ക് ഇടുന്നു. അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടിട്ടാണല്ലോ ഇടുന്നത്. നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പോലെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ് പൈസ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി മേലിൽ എനിക്ക് ഇൻബോക്സിൽ വന്നിട്ട് കാണിച്ചു തരുമോ, പേഴ്സണലി മെസ്സേജ് അയച്ചു തരുമോ, നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നീ കാണണ്ട, അത്രേ ഉള്ളൂ. ഇത് കുറേ പേരെടുത്ത് എനിക്കാണെങ്കിൽ കുറേ പേരെടുത്ത് ഇങ്ങനെ വന്നിട്ട് പരസ്യമായിട്ട് ഇത് സെല്ല് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പുള്ളിക്കകത്ത് സംസാരിക്കുന്നത്. കഷ്ടം തോന്നുന്നു. എന്തായാലും എനിക്ക് നമുക്കൊന്നും പറയാൻ വാക്കുകളില്ല. ഇത്ര പേരായിരിക്കും ഈ വീഡിയോസ് കാണുന്നത്. ഇത് വേറെ കാര്യമുണ്ട്, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ ലൈംഗിക ദാരിദ്ര്യം എന്തുമാത്രം ഉണ്ടോ അത് മാക്സിമം ഇവരൊക്കെ മുതലെടുക്കുകയാണ്. മനസ്സിലായോ? പുള്ളിക്കാരത്ത് പറയുന്നത് പോലെ തന്നെ പൈസ പേ ചെയ്യുകയും ചെയ്യും, അവരൊക്കെ ഇരുന്ന് കാണുകയും ചെയ്യും. അത് വേറൊരു സത്യം. ഇത് പ്രതികരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയണത് ഈ കുറേ പിള്ളേരുടെ ഇടയിലോട്ട് ഈ ഒരു സാധനം എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മാക്സിമം ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇനിയിപ്പം ഇതിൻ്റെ പേരും പറഞ്ഞ് ഇനി എത്ര തെറി പറഞ്ഞിട്ടോ എത്ര റിയാക്ട് ചെയ്തിട്ടോ ഒരു യൂസും ഇല്ല. ഇപ്പം രേണുവിൻ്റെ വിഷയത്തിൽ ഒരുപാട് പേര് പ്രതികരണവും പിന്നെ രേണുവിൻ്റെ ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്തായ സമയത്താണ് രേണു ഇപ്പോൾ ഇത്തിരി ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അതല്ലാത്ത പക്ഷേ എന്തുവായിരുന്നു, എന്നിട്ട് രേണു അതിനെ വളച്ചൊടിക്കുമായിരുന്നു. എന്തുവാ, കോഫി കുടിക്കണമെങ്കിലോ ഡ്രൈവ് പോകണമെങ്കിലോ കോൺടാക്ട് മൈ മാനേജർ എന്നുള്ള രീതിയിലോട്ടൊക്കെയാണ് ഈ പുള്ളിക്കാർക്ക് ആ സാധനം ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊന്ന് തീരുമ്പോൾ ഒന്നിന് പുറകെ വേറെ. ഇവിടെ ഒരെണ്ണം കാരണം അവിടെ ഇരിക്കപ്പുറതിയില്ല. അപ്പോഴാണ് ബാക്കിയുള്ള എണ്ണം ഇവിടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങുന്നത്. ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ചൊറിഞ്ഞ് വരും കേട്ടോ. ഇത് എല്ലാവർക്കും കൂടെ ഉള്ളൊരു മറുപടിയായിട്ട് കണ്ട് ഇപ്പം മതിയായില്ലേ? എൻ്റെ വായിരിക്കണ കേട്ടപ്പോഴത്തേക്കും മതിയായില്ലേ? ഇനി മേലിൽ ഇക്കാര്യം ചോദിച്ചുകൊണ്ട് വരരുത് കേട്ടോ. ചോദിച്ചുകൊണ്ടേ വരുന്നില്ല. എന്തായാലും തന്നെത്താൻ എന്തോ കാണിച്ചോ. ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.